നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ക്ലോൺസില ഉപയോഗിച്ച് പഴയ ഒരു എസ് എസ് ഡിയെ പുതിയ 512 GB എസ് എസ് ഡിനെ 1 TB എസ് എസ് ഡിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിനകത്ത് വിൻഡോസും ലിനക്സും എല്ലാം ഓൾറെഡി പാർട്ടീഷൻ ചെയ്തതാണ്. മാത്രമല്ല എനിക്ക് വിൻഡോസിലാണെങ്കിൽ ആകെ 100 GB ഒക്കെ ഞാൻ സി ഡ്രൈവ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ എനിക്ക് ഇതിലേക്ക് വലുതാക്കുകയും വേണം. 1 TB ആകുമ്പോൾ ഒരു 200 കൊടുക്കണം. അപ്പം അങ്ങനെ മൊത്തത്തിൽ ലിനക്സും വിൻഡോസും അതിനെ ക്ലോൺ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ക്ലോൺസില്ല എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ഇതൊരു ലിനക്സ് ബേസ്ഡ് ടൂളാണ്. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ISO ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കിതിൻ്റെ ISO ഇവിടെ സ്റ്റേബിൾ 3.2 ആണ് ഇപ്പോൾ ഉള്ളത്, അത് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ AMD64 കൊടുത്തിട്ട് ഫയൽ ടൈപ്പ് ISO കൊടുക്കുക. എന്നിട്ട് ഡൗൺലോഡ് അടിച്ചു കഴിഞ്ഞാൽ നേരെ സോഴ്സ് ഫോർജിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയിട്ട് അത് നമുക്ക് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയി കഴിഞ്ഞ ശേഷം നമ്മൾ സാധാരണ ലിനക്സ് എങ്ങനെയാണോ അതിലേക്ക് ഇപ്പോൾ വിൻഡോസ് ഉപയോഗിക്കുന്നതിനാണെങ്കിൽ ഇത് ചെയ്യേണ്ടത് റഫസ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ നമ്മൾ DD എന്നുള്ള കമാൻഡ് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം LSBLK എന്ന് അടിക്കുന്നു. LSBLK അടിച്ച് നമ്മുടെ പെൻഡ്രൈവ്, ഞാനൊരു 64 GB പെൻഡ്രൈവ് ഉപയോഗിക്കുന്നത് SDC എന്ന് പറഞ്ഞിട്ടാണ് മൗണ്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ SDC വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ക്ലോൺസില്ല ലൈവിനെ ഞാനതിലേക്ക് റൈറ്റ് ചെയ്യണം. അപ്പോൾ സുഡോ EF= ക്ലോൺസില്ല OFF=dev/SDC എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇടയിൽ ഫിംഗർ പ്രിൻ്റ് കാര്യം നോക്കേണ്ട, അത് ചില സമയത്ത് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. അങ്ങനെ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കോപ്പി ആവുന്നത് കാണാം. അപ്പോൾ ഓക്കെ, അത് കോപ്പി ആയിട്ടുണ്ട്. ആകെ 400 MB ഉള്ളൂ. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ബൂട്ട് ചെയ്യുക. പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ട് USB സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ബൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ ബൂട്ട് ചെയ്ത് കഴിഞ്ഞു. ആദ്യം ബൂട്ട് ചെയ്ത സമയത്ത് ലോഡായില്ല, അങ്ങനെ സ്റ്റക്കായിരുന്നു. അങ്ങനെ ആരെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ പെൻ ഡ്രൈവ് ഒന്ന് മാറ്റി കുത്തിയൊക്കെ ചെയ്താൽ മതി. ഇതിൽ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. കീബോർഡ് ലേഔട്ട് നെക്സ്റ്റ് അടിച്ച് പോവുക. ഇവിടെ ഒന്നും മാറ്റാനില്ല. സ്റ്റാർട്ട് ക്ലോൺസില്ല എന്നുള്ളത് ആണ് അടുത്ത് സെലക്ട് ചെയ്യേണ്ടത്. അവിടെയും ഒന്നും മാറ്റാനില്ല. ഇനി ഇവിടെ ഡിവൈസ് ടു ഇമേജ് എന്നുള്ളത് കാണാം. അതായത് നമുക്ക് ഈ നിലവിലുള്ള SSDനെ എന്താക്കി മാറ്റാം, ഈ ഒരു ഇമേജ് ഫയലാക്കി മാറ്റാനുള്ള ഓപ്ഷനാണ് കാണുന്നത്. അത് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഡിവൈസ് ടു ഡിവൈസ് ആണ്, ഡിവൈസിന് ഒരു ഡിവൈസിലേക്ക്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ ലാപ്പിനകത്ത് ഓൾറെഡി ഞാൻ പുതിയ 1 TB SSD ഇട്ട് കഴിഞ്ഞു. ലാപ്പിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന 512 SSD ഞാനിപ്പോൾ ഒരു കണക്ടർ ഉപയോഗിച്ചിട്ട് എക്സ്റ്റേണലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണലായിട്ട് പിന്നെ അടുത്തുള്ളതാണ് എൻ്റെ അടുത്ത് പണ്ടുണ്ടായിരുന്ന ഹാർഡ് ഡിസ്ക്. ഇതിൽ പാർട്ട് ടു ലോക്കൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടീഷൻ വേറൊരു പാർട്ടീഷനിലേക്ക്. അപ്പോൾ അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ലിനക്സിൻ്റെ മാത്രം മതി, അല്ലെങ്കിൽ വിൻഡോസിൻ്റെ മാത്രം മതി എന്നുണ്ടെങ്കിൽ അതാത് സാധനം ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്. ഞാൻ ഡിസ്ക് ടു ലോക്കൽ എന്നുള്ള സാധനം തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഏതാണ് നമ്മുടെ സോഴ്സ് പാർട്ടീഷൻ. ഞാൻ SD, അതായത് എൻ്റെ എക്സ്റ്റേണലാണ് സോഴ്സ്, അത് കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഏതാണ് ടാർഗറ്റ് പാർട്ടീഷൻ എന്നുള്ളതാണ്. അത് എൻ്റെ NVMe, അതായത് കമ്പ്യൂട്ടറിനകത്തുള്ള NVMe SSD ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഏതാണോ ടാർഗറ്റ് കൊടുക്കുന്നത് അതിൽ മൊത്തം ഡാറ്റ ഡിലീറ്റ് ആയി പോകും. ഇവിടുത്തെ ഓപ്ഷനൊന്നും നമ്മൾ മാറ്റേണ്ടതില്ല. ഈ ഓപ്ഷൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് ഓക്കെ അടിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഇവിടെ നിങ്ങൾക്ക് പാർട്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല. ഇനി ഇവിടെ പാർട്ടീഷൻ ടേബിൾ ഫ്രം ദ സോഴ്സ് ഡിസ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സോഴ്സ് ഡിസ്കിൽ അതേ ഇപ്പോൾ എത്ര GB ആണുള്ളത് അത്ര GB തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ക്രിയേറ്റ് പാർട്ടീഷൻ ടേബിൾ പ്രൊപ്പോർഷൻ, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രൊപ്പോർഷനിൽ നിന്ന് കൊടുത്താൽ നമ്മൾ പുതിയ ഡിസ്കിൻ്റെ വലിപ്പം വലിപ്പം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ 100 GB ചിലപ്പോൾ 200 GB ആയിട്ട് കൂട്ടും. അങ്ങനെ കുറച്ച് കൂട്ടി ചെയ്യും. ഇതാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. അതായത് നിങ്ങൾക്ക് പാർട്ടീഷൻ ടേബിൾ മാറ്റണം, അതായത് ഇവിടെ 100 GB കുറച്ചുകൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ എന്ന് ചോദിക്കും. നമുക്ക് വാർണിംഗ് തരും. ഈ ഡാറ്റയിലുള്ള എല്ലാം ഓവർ റിട്ടേൺ ചെയ്യും എന്നുള്ളത് വാർണിംഗ് തരും. വാർണിംഗ് നമ്മൾ ഓക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മൾ ഡിസ്ക് അങ്ങോട്ടും മാറിപ്പോയാൽ ഡാറ്റ മൊത്തം പോവും. അങ്ങനെ അത് ക്ലോൺസില്ല റൺ ആവണം. ഇപ്പോൾ ക്ലോൺസില്ലയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ലൈവ് ലിനക്സ് ബൂട്ട് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് പല ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ടൂളുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനും ഒക്കെ കുറച്ച് ചടങ്ങാണ്. ഇതാകുമ്പോൾ അതിനുവേണ്ടി സ്പെസിഫിക്കലി ഡിസൈൻ ആയതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. ഇപ്പോൾ ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ rsync ഉപയോഗിച്ചിട്ടോ അല്ലാണ്ട് പല കാര്യങ്ങളും ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാം. DD ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ മാനുവലി എന്താ പറയുക, ഈ ബൂട്ട് മാനേജറും ഒക്കെ ഫിക്സ് ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ UEFIയുടെ ഗ്രബൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാനുവലി ചെയ്തിട്ട് അതൊക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ നോക്കിയാൽ പാർട്ട് ക്ലോൺ വെച്ചിട്ടാണ് അത് ക്ലോൺ ചെയ്യുന്നത്. ഇപ്പോൾ SDA1നെ NVMeയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം കയറിയത് EFI പാർട്ടീഷനാണ്.
16 MB എന്നുള്ളത് വിൻഡോസിൻ്റെ ഒരു പാർട്ടീഷനാണ്, കുഞ്ഞ പാർട്ടീഷൻ. അങ്ങനെ ഓരോരോ പാർട്ടീഷൻ ആയിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കയറുന്നത് 91 GB. അത് വിൻഡോസിൻ്റെ ആയിരിക്കും, വിൻഡോസിൻ്റെ പാർട്ടീഷൻ കിടക്കുന്നുണ്ട്, അതായിരിക്കും ഇപ്പോൾ കയറുന്നത്. അത് കഴിഞ്ഞാൽ ലിനക്സിൻ്റെ പാർട്ടീഷൻസ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പാർട്ടീഷനായിട്ട് ഇങ്ങനെ കയറി, ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ റീബൂട്ട് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പക്ഷെ ഇത് കുറച്ച് സമയം എടുക്കും. നമ്മുടെ സൈസ് അനുസരിച്ച് എത്ര ഫയൽസ് നമ്മുടെ കയ്യിലുണ്ടെന്നൊക്കെ അനുസരിച്ചുള്ള സമയം എടുക്കും. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് റീബൂട്ട് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് സമയം കാണിക്കും. 1 2 3 എന്നുള്ള നമ്പർ കാണിച്ചിട്ടാണ് റീബൂട്ട് ചെയ്യുക. നമ്മൾ റീബൂട്ടായിട്ട് വരുന്നുണ്ട്. റീബൂട്ടായി വന്നു കഴിഞ്ഞപ്പോൾ നേരെ ഒരു പ്രശ്നമില്ലാണ്ട് തന്നെ ഗ്രബ് ലോഡായി. അതിനകത്ത് എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ Endeavour OS എടുക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ഇൻറ്റേർണൽ NVMe എന്നാണ് കയറുന്നത്. ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ ലോഡായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ OS ഒക്കെ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഫിഗർ ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഒഴിഞ്ഞ് കിട്ടാനുള്ള പരിപാടിയാണ്. എന്തായാലും നമുക്ക് LSBLK ഒന്ന് അടിച്ചു നോക്കാം. ഇപ്പോൾ കണ്ടോ, എൻ്റെ ആദ്യം ആ 100 MB എന്നുള്ളത് EFI പാർട്ടീഷൻ അതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 16 MB വിൻഡോസിൻ്റെ ഒരു പ്രൊപ്രൈറ്ററി പാർട്ടീഷൻ അതും അതുപോലെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി 165 GB എന്ന് പറയുന്നത് എൻ്റെ 100 GB ഉണ്ടായിരുന്ന വിൻഡോസിൻ്റെ C ഡ്രൈവായിരുന്നു. അത് 165 ആക്കിയിട്ടുണ്ട്. അതുപോലെ റൂട്ട് എൻ്റെ 100 GB ആയിരുന്നു, അത് 191 ആക്കിയിട്ടുണ്ട്. പിന്നെ 200 സംതിങ് ബാക്കിയുള്ള 573 ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്തു തരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് വിൻഡോസിലേക്കും കൂടി ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. വിൻഡോസ് മറക്കണമെന്ന് അറിയണമല്ലോ. അങ്ങനെ വിൻഡോസിലേക്കും ബൂട്ട് ചെയ്യാണ്. വിൻഡോസും ലോഡായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ക്ലോൺസിൽ ഉപയോഗിച്ച് നമ്മൾ ക്ലോൺ ചെയ്യുന്നത്. അങ്ങനെ വിൻഡോസ് ലോഡായി കഴിഞ്ഞു. ഞാൻ വിൻഡോസ് എടുക്കുന്ന സമയത്ത് ഇവിടെ C ഡ്രൈവ് നോക്കിയാൽ കാണാം 165 GB കാണിക്കുന്നുണ്ട്. ആദ്യം അത് 100 GB ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും വണക്കം. ബൈ.